Hello. Welcome to market discussion of the day. Today, 31st of July 2025. മന്ത് എൻഡ് ഡേ ആണ്. അതേപോലെ തന്നെ നോൺ ഫാം പേറോൾ ഡേയുടെ തലേന്നത്തെ ദിവസവും കൂടിയാണ് അല്ലേ. സോ ഇന്നലെ നമുക്ക് വലിയൊരു മൂവ്മെൻറ്റ് ഗോൾഡിലുണ്ടായി. 3330 എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് ഓൾമോസ്റ്റ് 3269 വരെ ഇന്നലെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇന്നലെ നമ്മൾ നേരത്തെ മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ്. ഇന്നലെ സി പി ഐയുടെ ഡേറ്റ ഉണ്ടായിരുന്നു, അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഉണ്ടായിരുന്നു അല്ലേ. സോ ഇത് രണ്ടും വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സി പി ഐയിലോട്ട് വരുമ്പോൾ നമുക്ക് ജി ഡി പിയിലോട്ട് വരുമ്പോൾ ജി ഡി പി വലിയൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള റീസൺ ആക്ച്വലി 3%, അതായത് കഴിഞ്ഞ വട്ടം -0.5% ആയിട്ടുള്ള ഡേറ്റയിൽ നിന്ന് ഫോർകാസ്റ്റ് വന്നിരുന്ന +0.4%-ൽ നിന്ന് 3% ആയിട്ട് കൂടി ജി ഡി പി യു എസിൽ നിന്നുള്ള ഡേറ്റ. സോ അത് ഭയങ്കരമായ US ഡോളറിനെ ബാക്കപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ US ഡോളറിന് വളരെ ശക്തി ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ഗോൾഡ് ആണെങ്കിലും അല്ലെങ്കിൽ ജി ബി പി ആണെങ്കിലും യൂറോ ആണെങ്കിലും താഴോട്ട് പോയി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഗോൾഡ് ഒറ്റയടിക്ക് താഴോട്ട് പോയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ യൂറോ നോക്കിക്കഴിഞ്ഞാൽ ജി ബി പി നോക്കിക്കഴിഞ്ഞാൽ ജി ബി പി 1.3385 നിന്നിട്ട് 1.32320 എന്ന് പറയുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ബി പിയുടെ ഏകദേശം കഴിഞ്ഞൊരു 3 മാസത്തെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ആണിത്. ഓക്കെ, സോ അത് 3 മാസമല്ല, ഏകദേശം 2 മാസത്തെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ആണ് ജി ബി പിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 1.3300 വരും എന്ന് പറഞ്ഞ് അത് വന്നു. അത് ആ 3300 എന്ന് പറഞ്ഞാൽ ആ സ്ട്രോങ് സപ്പോർട്ട് പോലും അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല ജി ഡി പിയുടെ ആ ഒരു ന്യൂസ് കാരണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അല്ലേ. അതിനുശേഷം നമുക്ക് യൂറോയിലോട്ട് വരുമ്പോൾ യൂറോയും 1.1500 എന്ന് പറഞ്ഞ വലിയൊരു സപ്പോർട്ട്, അതുപോലെ സപ്പോർട്ട് ചെയ്യാതെ മുകളിലോട്ട് പോവുകയും JPY US ഡോളറിന് എന്താ പറയുക, US ഡോളറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. US ഡോളർ മുകളിലോട്ട് പോകുമ്പോൾ JPY മുകളിലോട്ട് പോകും. അതാണ് ബേസിക് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മുകളിലോട്ട് പോകുന്നതും ഒരു കാഴ്ച നമ്മൾ കണ്ടു അല്ലേ. സോ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഇതുകൊണ്ട് തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു. ആ ഇൻട്രസ്റ്റ് റേറ്റിന് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല, 4.5 തന്നെയാണ്. അപ്പം ഞാനും ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റാൻ ചാൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്നുകൂടെ മുകളിലോട്ട് വന്ന് ഏകദേശം ഒരു 3300 അവിടെയൊക്കെ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് വീണ്ടും താഴോട്ട് പോയി 3369-68 റേഞ്ചിലോട്ട് മാർക്കറ്റിനെ എത്തിക്കുകയും. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്ങിനും, ഏഷ്യൻ ഓപ്പണിംഗ് ആണെങ്കിലും ഏഷ്യൻ ഓപ്പണിങ്ങിന് 3280 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് മാർക്കറ്റ് വരികയും 3300 മുകളിലായിട്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുകയും ചെയ്യുന്നു. സോ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുവിടാം. ഞാൻ പറയുന്നത്, എനിക്കുള്ള റെക്കമെൻഡേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. ഇത്രയും വോളറ്റാലിറ്റി ഉള്ള ദിവസം നമ്മൾ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം സ്റ്റോപ്പ് ലോസ് അടിക്കും ഉറപ്പായിട്ടും അല്ലേ. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്ത് പോകാനും പറ്റില്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും എന്നത് കൊണ്ടിട്ട് നമ്മൾ മാറി നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ടായിരുന്നു ജപ്പാനിൽ നിന്ന്. അത് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. രാത്രി 12:50 പോസിറ്റീവായിട്ടായിരുന്നു ഡേറ്റ വന്നത് റീറ്റെയിൽ സെയിൽസ്. അതിനുശേഷം ജപ്പാനിൽ നിന്ന് തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു. അതിന് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. 0.5%, പ്രീവിയസും 0.5% വരുന്നു. ഓൾറെഡി ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാപ്പനീസ് യെന്നിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാറി നിൽക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ജാപ്പനീസ് യെന്നിൽ ചേഞ്ച് വല്ലതും വലിയ മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വോളറ്റാലിറ്റി ഒന്നും നമ്മൾ കാണുന്നില്ല അല്ലേ. സോ നമുക്ക് ഇതൊന്നുമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നാളത്തെ നോൺ ഫാം പേറോളാണ്. ബേസിക്കലി ഇന്ന് ഉച്ചയ്ക്ക് വരാൻ പോകുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. അതൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ പക്ഷേ നമുക്ക് മാർക്കറ്റ് ഇത്രയും പോയി,
ഇനി മാർക്കറ്റ് തിരിച്ചു കയറും എന്നുള്ളൊരു ഇതിനകത്തോട്ടൊന്നും ഒരു കാരണവശാലും വന്നൊരു ബൈയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കാരണം നാളെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോൾ ന്യൂസ് വരുന്നുണ്ട്. സോ എന്താണ് നോൺ ഫാം പേറോൾ? നോൺ ഫാം പേറോൾ പ്രസൻസ് ദ നമ്പർ ഓഫ് ന്യൂ ജോബ്സ് ക്രിയേറ്റഡ് ഡ്യൂറിംഗ് ദ ഗിവൺ മന്ത് ഇൻ ഓൾ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഇൻ ദ US. The indicators growth can have a positive effect in dollar quotes. സോ ബേസിക്കലി കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്തൊരു ഡേറ്റയാണ് നോൺ ഫാം പേറോൾ. സോ ഈ ന്യൂസ് പോസിറ്റീവായിട്ട് വന്നാൽ, ഒരുപാട് പോസിറ്റീവായിട്ട് വന്നാൽ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഫോർകാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോൺ ഫാം പേറോൾ ഫോർകാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 132K ആണ് ഫോർകാസ്റ്റ് ഉള്ളത്. കഴിഞ്ഞ വട്ടം 147K ആയി. ഇപ്പോൾ ഇത് ഭയങ്കര കൂടിക്കഴിഞ്ഞാൽ ജോബ് ക്രിയേറ്റ് ചെയ്ത് 250K, ഓക്കെ, അല്ലെങ്കിൽ ഒരു 300K എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ആണ്. ഒരുപാട് ആൾക്കാർക്ക് ജോബ് കിട്ടുകയും US ഡോളർ വീണ്ടും സ്ട്രെങ്തൻ ആവുകയും ചെയ്യും എന്നുള്ളൊരു സൂചനയാണത്. ഓക്കെ, സോ അങ്ങനെ ആയി കഴിഞ്ഞാൽ സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഒന്നും കൂടെ താഴോട്ട് പോകും. താഴോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര താഴോട്ട് പോകും? വീണ്ടും ഒരു നല്ലൊരു കറക്ഷൻ വീണ്ടും നടന്നിട്ട് ചിലപ്പോൾ ഒരു 3230 വരെയൊക്കെ ഗോൾഡ് പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. സോ അതുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള ഒറ്റ കാര്യം, ഗോൾഡ് അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഗോൾഡ് അപ് ട്രെൻഡാണ്, GBP അപ് ട്രെൻഡാണ്, യൂറോ അപ് ട്രെൻഡാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ഇവിടെ നിന്നൊന്നും ബൈ ചെയ്യണം. നമുക്കൊരു തീരുമാനം എടുക്കുന്നത് തിങ്കളാഴ്ച എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഈ കലണ്ടർ ബേസ് ചെയ്തിട്ടല്ലാതെ ഒരുപാട് വലിയ വലിയ ഫണ്ടമെൻ്റൽസ് നടക്കാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. വലിയ വലിയ ന്യൂസുകൾ വരുന്നുണ്ട് മാർക്കറ്റിലോട്ട്. ഓക്കെ, കാരണം നാളെയാണ് August 1. എന്താണ് August 1 പ്രത്യേകത? August 1 നമ്മളുടെ താരിഫ് ഡിക്ലറേഷൻ വരുന്നത് അല്ലേ. പല രാജ്യങ്ങൾക്കും എതിരെ US എന്താ പറയുക കൊടുത്തിട്ടുള്ള താരിഫ്, യൂറോപ്യൻ യൂണിയനെതിരെ ഉള്ളൊരു താരിഫിനൊരു തീരുമാനമായി. എന്താണ് 15% താരിഫ് അല്ലേ. സോ ഇനി ബാക്കിയുള്ള രാജ്യങ്ങൾക്കെതിരെ ഉള്ള താരിഫിനൊക്കെ എന്താണ് തീരുമാനം എന്നറിയുന്നത് നാളെയാണ്. സോ ഇന്ത്യക്കെതിരെയുള്ള താരിഫ് 25% ആണ് താരിഫ്. ഓക്കെ, അത് വളരെ വലിയൊരു താരിഫാണ് അല്ലേ. ഈ 25% താരിഫ് എന്ന് പറയുന്നത് അതൊരു ഇൻഡിക്കേഷനാണ്. അത് US ഗവൺമെൻറ് ഈ ബ്രിക്സ് കറൻസിക്കെതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവരെ എന്താ പറയുക ആ ഒരു ബ്രിക്സ് കറൻസി കൊണ്ടുവരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തുള്ള കൺട്രീസിനെതിരെ ആണ് കൂടുതൽ താരിഫ് വെച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ചൈന, ഓക്കെ, അല്ലെങ്കിൽ ബ്രസീലിനെതിരെ 50% താരിഫാണ് വെച്ചത്. ഓക്കെ, ഇന്ത്യക്കെതിരെ 26% ആയിരുന്നു താരിഫ്. അതിനകത്ത് ഒരു പെർസെൻറ്റേജ് കുറച്ച് 25% താരിഫാക്കി അല്ലേ. സോ ഇത്രയും വലിയൊരു താരിഫാണ്. താരിഫിൻ്റെ ഡേറ്റ് നാളെയാണ്. സോ അതിനുള്ള അനൗൺസ്മെൻറ്റ് ചിലപ്പോൾ മിക്കവാറും ഇന്നത്തെ ദിവസം തന്നെ മാർക്കറ്റിലോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊന്നും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ളൊരു ഡീല്, അതും എന്താ പറയുക, നമ്മളുടെ എണ്ണയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ അതിനൊരു ഡീല് വന്നു. പാകിസ്ഥാനിൽ വലിയൊരു എന്താ പറയുക ക്രൂഡ് ഓയിലിൻ്റെ ഒരു ഡീല് പാകിസ്ഥാനുമായിട്ട് വരുത്തുന്നുണ്ട്. ഭാവിയിൽ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് എണ്ണ കച്ചവടം നടത്താം എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ പ്രസ്താവനകളും US പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതെല്ലാം ഒരു സൂചനയാണ്, ബ്രിക്സ് കറൻസിക്കെതിരെ നിൽക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി വേൾഡിൽ, അല്ലാതെ എക്കണോമിക് കലണ്ടർ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് അപ് ട്രെൻഡ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ബാക്കിയുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നേരെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ എന്താ പറയുക നമ്മുടെ പുതിയ കോഴ്സ് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടുള്ള 2 ബാച്ചായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർ എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ പുതിയ ബാച്ചസ് നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് ഒറ്റ റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ആ ഒരു ടൈമിൽ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30ക്കും 10:30ക്കുമാണ് നമ്മുടെ മലയാളം ക്ലാസ്. ഇംഗ്ലീഷ് ബാച്ച് വരുന്നത് 9 മണിക്കാണോ? ഇംഗ്ലീഷ് ബാച്ച് അടുത്ത ആഴ്ച ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ
ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ എല്ലാ ദിവസവും ഒരു 4 ദിവസത്തേക്കെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക, ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കാതിരിക്കുക. ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത്, ഫ്രീ ആയിട്ടുള്ളൊരു വീക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്പർ എടുത്തിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തന്നെ ഒരു യൂട്യൂബിൽ ഒരു ബേസിക് വീഡിയോ ഇടുന്നുണ്ട്. അതാവുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, യൂട്യൂബ് കണ്ടാൽ മാത്രം മതിയാവും. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെയാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങളുമായിട്ട് പറയാനായിട്ടുള്ളത്. സോ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ നല്ല ബ്രോക്കേഴ്സിനെ നോക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് നല്ല റിലയബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് വിക്കി എഫ്എക്സിലൊക്കെ അറ്റ്ലീസ്റ്റ് 9.10 വരുന്ന ഒരു ബ്രോക്കർ, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ എന്നാണ് പേര്. എല്ലാ റെഗുലേഷൻസും ഓൾമോസ്റ്റ് എല്ലാ മെയിൻ കൺട്രീസിലുള്ള റെഗുലേഷൻസ് ഉള്ള വളരെ ടൈറ്റായിട്ടുള്ള സ്പ്രെഡും ഈവൻ സ്വാപ്പ് ഫ്രീ അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റുകൾ ഈവൻ നമ്മളുടെ എന്താ പറയുക $100,000 വരെ ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണിത്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഇവർ കൊടുക്കുന്ന ഒരു എന്താ പറയുക ഇനിഷ്യൽ ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ആ ഒരു ബോണസ് പ്രോഗ്രാമാണ്. ഇവരുടെ ബോണസ് പ്രോഗ്രാം ഭയങ്കര എന്താ പറയുക, ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇടുന്ന പൈസയുടെ 50%, ഐ മീൻ $1,500 50%, പ്ലസ് നമ്മൾ എത്ര രൂപയാണോ ഇടുന്നത് അതിൻ്റെ 20% ആയിരിക്കും നമുക്ക് ബോണസായിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിനെല്ലാം നമുക്ക് 20% വെച്ച് നമുക്ക് ബോണസ് ഇവർ തരികയും ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരാൾ ഫസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു $1,000 ആണെങ്കിൽ അതിൻ്റെ $500 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $250 പ്ലസ് ടോട്ടൽ $1,000 ടോട്ടൽ $1,000 20%, അതായത് $200, അതായത് $1,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1,450 ആയിരിക്കും അവരുടെ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് കിട്ടുക. സോ നേരെ മറിച്ച് അതൊരു യൂറോപ്യൻ ക്ലയൻ്റ് ആണ്, UK ഇപ്പോൾ ഞാൻ നിൽക്കുന്ന UK UK ക്ലയൻ്റ് ആണെങ്കിൽ ആദ്യത്തെ $1,000 അത് ഫസ്റ്റ് ഡെപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ തന്നെ $1,000, അതിൻ്റെ 100%, ആദ്യത്തെ $1,000 100%ഉം ഇവർ ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി എത്രയാണോ അതിൻ്റെ 20%ഉം ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ച് നമുക്ക് നല്ലൊരു ഇക്വിറ്റി നമുക്ക് കിട്ടുകയും അത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബോണസ് നല്ലൊരു ബ്രോക്കർ വേണം എന്നുള്ള ആൾക്കാർ ഒന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ സ്റ്റാറിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ് എന്നുള്ളൊരു കാര്യം എടുത്ത് ഓർമ്മിപ്പിച്ച് പോകണം. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം. ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ JPYയിലോട്ട് പോകുമ്പോൾ 148.757 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 148 സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. 148 അവിടെ നിന്ന് 150 വരെ അടുത്ത ആ ഒരു റേഞ്ചിലായിരിക്കും മാർക്കറ്റ് പോവുക. കാരണം റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് ആണല്ലേ, അതുകൊണ്ടിട്ട് തന്നെ 148 to 150 എന്ന് പറയുന്ന റേഞ്ചിൽ തന്നെ കിടന്ന് കറങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി ആണുള്ളത്. 148 അവിടെ ഇനിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് ഇടണമെന്നുള്ള ആൾക്കാർക്ക് 147.70 താഴെ സ്റ്റോപ്പ് ലോസും വെക്കാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, കുറച്ചുകൂടെ ബെറ്റർ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 147.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയും വരും. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.1459 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഞാൻ നേരത്തെ പറയുന്ന കാര്യമാണ് 1.1500 ബൈ ചെയ്യണം എന്നുള്ളത്. അത് ഇന്നലത്തെ ദിവസം ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല, കാരണം ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം അല്ലേ. കാരണം നോൺ ഫാം പേറോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും GDPയും ഒരുമിച്ച് ഒരേ ദിവസം വരുന്നത് കൊണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, സോ ഇപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോ കമൻസ് ആണ്. കാരണം നമ്മൾ ലോങ്ങർ ടേമിലോട്ടാണ് ബൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നാളത്തെ NFP വന്നതിന് ശേഷം, നാളെ താരിഫ് അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരു കാര്യം
കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ തൽക്കാലത്തേക്ക് മാറി നിൽക്കുക. സപ്പോസ് ഇന്നത്തെ ദിവസം 1.1400 കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. നേരെ നമ്മൾ GBP വരുമ്പം 1.3300 എന്ന് പറയുന്ന റേഞ്ച് സപ്പോർട്ട് പിടിക്കും എന്ന് പറഞ്ഞു. അവിടുന്ന് ലോങ് ടേമിലോട്ട് ബൈ ചെയ്യണം എന്നുള്ളൊരു കാര്യവും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാതിരിക്കുന്നത് തന്നെയായിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. സോ നമുക്ക് ഇനി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി GBPയും നാളെ NFP നോൺ ഫാം പേറോളിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. സപ്പോസ് 1.3200 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ബൈ ഇന്നത്തേക്ക് മാത്രമുള്ളൊരു ബൈ എടുത്ത് നാളത്തേക്ക് നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഇന്നലെ നമ്മുടെ US പ്രസിഡന്റും ഇവിടെ UK പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അതിനുശേഷം UK പ്രൈം മിനിസ്റ്റർ പറയുകയുണ്ടായി പാലസ്തീനെ അവർ സ്വന്തം ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കാം, ഒരു ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അത് ഫ്രാൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനു മുന്നേ കാനഡ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാനഡ പറഞ്ഞതിൻ്റെ പ്രകാരം കാനഡയായിട്ട് ഒരു ട്രേഡ് ഡീലിനും തയ്യാറല്ല. പാലസ്തീനെതിരെ ഇസ്രായേലിനെതിരെ സംസാരിച്ചത് കൊണ്ടിട്ട് ഇവിടെ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടുത്തെ ലൈറ്റ് പോകും, അതുകൊണ്ടിട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പാലസ്തീനെതിരെ സംസാരിച്ചത് കൊണ്ട് ഇസ്രായേലിനെതിരെ സംസാരിച്ചത് കൊണ്ടിട്ട് കാനഡയ്ക്കെതിരെ ഒരു ട്രേഡ് ഡീലിനും തയ്യാറല്ല എന്നുള്ളൊരു കാര്യവും കൂടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് എങ്ങാനും ഇങ്ങനെ UK പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് പ്രകാരം എങ്ങാനും പുള്ളിക്കാരൻ UK തള്ളി പറഞ്ഞാൽ, കാരണം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ന്റെ ഒരു ചോട് പിടിച്ച് പോകുന്ന ഒരു ടീമാണ്. ഓക്കെ, അങ്ങനെ പറയാനായിട്ടുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ GBP ഇവിടെ ഒന്നും നിൽക്കൂല, GBP ഇനിയും താഴോട്ട് പോകും. ഓക്കെ, അതുകൊണ്ടിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളും ഇങ്ങനത്തുള്ള പൊളിറ്റിക്കൽ ന്യൂസുകളൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ദിവസമാണ് ഇന്ന്. കാരണം നാളെ താരിഫ് അനൗൺസ്മെൻ്റ് ആണ്. അതുകൊണ്ടിട്ട് എന്തായിരിക്കും താരിഫ് ബാക്കിയുള്ള രാജ്യങ്ങൾക്കെതിരെ വെക്കാൻ പോകുന്നത് എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഇന്നത്തെ ദിവസമായിരിക്കും മിക്കവാറും വരിക. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് മാറി നിൽക്കാം. ഓക്കെ, വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ GBPയിൽ ബൈ ചെയ്യാം, ലോവർ പോയിന്റ്സിലൊക്കെ ബൈ ചെയ്യാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് വെക്കണം. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കച്ചവടം ചെയ്യരുത്. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം കേട്ടോ. സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ബൈ ചെയ്യാം. പക്ഷേ 1:1.5 റേഷ്യോ മിനിമം നിങ്ങൾ കീപ്പ് ചെയ്യണം, റിസ്ക് ടു റിവാർഡ് റേഷ്യോ. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ബൈയോ സെല്ലോ ഒക്കെ എടുത്തോ. ന്യൂസ് ഡേക്കോ ന്യൂസ് ഇല്ലാത്ത ദിവസവും എല്ലാ ദിവസവും ട്രേഡ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3298. ഇവിടെ നിന്ന് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയില്ല. 3280 എന്ന് പറയുന്നൊരു സപ്പോർട്ട് ചെയ്യും. ഓക്കെ, 3280 എന്ന് പറയുന്ന സപ്പോർട്ട് മാർക്കറ്റ് ടൈമിങ്ങിൽ, ഓക്കെ, മാർക്കറ്റ് ടൈമിംഗ് നിങ്ങൾക്ക് അറിയാം, രാവിലെ 7:30 ഇന്ത്യൻ ടൈമിംഗ് ആണ്. രാവിലെ 7:30, ഉച്ചയ്ക്ക് രാവിലെ 11:30, ഉച്ചയ്ക്ക് 2:30, വൈകുന്നേരം 6:30, രാത്രി 8:30. ഓക്കെ, ഈ സമയങ്ങളിൽ ക്രോസ് ചെയ്തില്ല എങ്കിൽ, ഓക്കെ, ഈ സമയങ്ങളിൽ എന്താ പറയുക, 3280 ക്രോസ് ചെയ്തില്ല എങ്കിൽ മാർക്കറ്റ് 3280 സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം. നേരെ ഇത് സപ്പോർട്ട് ചെയ്താൽ അവിടുന്ന് 3280 മുകളിലോട്ട് പോകും. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് നാളെ നോൺ ഫാം പേറോൾ ആയതുകൊണ്ടിട്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ വളരെ ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും. നോൺ ഫാം പേറോളിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയായിരിക്കും. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ചിലപ്പോൾ ന്യൂസ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ജോബ് ക്രിയേറ്റ് ആയി എങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകും, GBP താഴോട്ട് പോകും, യൂറോ താഴോട്ട് പോകും, ഗോൾഡ് താഴോട്ട് പോകും, എവിടെയെങ്കിലും പോയി സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ആ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും തിങ്കളാഴ്ച തുടക്കം. ഓക്കെ, പക്ഷെ എന്നാലും മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. കാരണം നമുക്കറിയില്ല, പല രാജ്യങ്ങൾക്കെതിരെയുള്ള താരിഫൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട് അല്ലേ.
ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കച്ചവടവും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പല ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, അതേപോലെ നല്ല ബ്രോക്കർ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ത്രൂ കയറാം. ലിങ്ക് ത്രൂ കയറിക്കോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയച്ചാൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓഫറിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.